ഹലോ ഫ്രണ്ട്സ്, JK സോളാർ പവർ സിസ്റ്റംസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോളാറുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് അതുപോലെ ഇൻഫർമേഷൻ വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ചാനലാണ് JK സോളാർ പവർ സിസ്റ്റംസ് എന്നുള്ളത്. മുൻപുള്ള വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 7 വർഷം മുന്നേ മുതൽ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അത് നിരവധിയായിട്ടുള്ള ഇൻസ്റ്റലേഷൻസ് ഉണ്ട്. അത് ഇൻഫർമേഷൻ വീഡിയോസ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ചെറിയ ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങൾ 1 kVA മുതൽ ഒരു 15 kVA വരെയുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റംസ്, അതുപോലെ തന്നെ ഓൺ ഗ്രിഡ് ഇൻസ്റ്റലേഷൻസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റംസ്, ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോകളിൽ. അപ്പോൾ ഇതിനെപ്പറ്റി സംശയമുള്ളവർ തീർച്ചയായിട്ടും വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ സാമാന്യമായിട്ടുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെയാണ് നമ്മൾ സാധാരണ ഇതിൽ വീഡിയോകൾ പബ്ലിഷ് ചെയ്യുന്നത്. അതൊരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരാളിന് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലും ഒരു സാധാരണ ആൾക്ക് മനസ്സിലാവുന്ന രീതിയിലുമാണ് നമ്മൾ സാധാരണഗതിയിൽ വീഡിയോസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ്. ഓഫ് ഗ്രിഡ് സിസ്റ്റംസിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചാനൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻസിനെ പറ്റി ആലോചിക്കുന്നവർക്ക് നമ്മുടെ ചാനൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്കത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വരികയും അതിനെപ്പറ്റി കൂടുതൽ കണ്ട് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുന്നതായിരുന്നു പരിഗണിച്ചേക്കുക. സോളാർ എനർജിയായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂം നമ്മൾ കോട്ടയം ജില്ലയിൽ ആരംഭിക്കുന്നുണ്ട്. കസ്റ്റമേഴ്സിന് നേരിട്ട് വന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഷോപ്പായിരിക്കും. ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പ്രൊഡക്റ്റുകൾ എവിടെ നിന്ന് വേണം പർച്ചേസ് ചെയ്യാം. അപ്പോൾ പ്രൊഡക്റ്റുകൾ എങ്ങനെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യണം, നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സംശയം വന്നാൽ അതിനാരും മറുപടി തരും. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് ആൾക്കാർക്ക് പൊതുവെ ബുദ്ധിമുട്ട് വരാറുള്ളത്. അപ്പം അത്തരത്തിലുള്ള എല്ലാ അസിസ്റ്റൻസും കൊടുക്കുന്ന ഒരു ഓപ്പൺ ഷോറൂമായിട്ട് നമ്മൾ ഉടൻ തന്നെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോളാർ എനർജിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം ആയിരിക്കും അത്. തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് വഴിയെ അറിയിക്കാം. ഇവിടെ നമ്മൾ ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള അല്ലെങ്കിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. 1 kV സിസ്റ്റമാണ്. ഇപ്പോൾ നമുക്കറിയാം ലിഥിയം ബാറ്ററീസ് നല്ല പോപ്പുലറായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അഫോർഡബിൾ പ്രൈസിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു 200 AHന്റെ ലെഡ് ആസിഡ് ബാറ്ററി ഒക്കെ വാങ്ങിക്കുന്ന അതേ പ്രൈസിന് തന്നെ നമുക്ക് 12 വോൾട്ട് 100 AH ലിഥിയം ബാറ്ററി അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഏകദേശം 1.2 യൂണിറ്റ് സ്റ്റോറേജ് ഉള്ള ഒരു ബാറ്ററി അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു എക്സ്ട്രാ കോസ്റ്റ് ഇതിലേക്ക് വരുന്നില്ല. പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കണം, മിനിമം 5 വർഷമൊക്കെ വാറണ്ടി എല്ലാ കമ്പനികളും കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്ന ഒരു ചെറിയ ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ്. ഇത് പല രീതിയിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. ഇത് സാധാരണ ഇൻവെർട്ടർ ആയിട്ട് വേണം ഉപയോഗിക്കാം. ഇനി ഒരു സിംഗിൾ പാനൽ കൊടുത്ത് ഒരു ചെറിയ ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയിട്ട് ഉപയോഗിക്കാം. 2 പാനൽ കൊടുത്ത് അത്യാവശ്യം വീട്ടിലെ പവർ ലോഡ് ഒഴികെയുള്ള ഒരു 3 ബെഡ്റൂം വരെയുള്ള വീടുകളിലെ എല്ലാ ഉപകരണങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 1 kVA വാൾ മൗണ്ട് സിസ്റ്റം. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലോഡ് ടെസ്റ്റ്, ഇതിന്റെ റിവ്യൂ, പല സ്ഥലങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഇൻസ്റ്റലേഷൻസ് ഒക്കെ നമ്മൾ മുൻപ് വീഡിയോകളായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ഇൻസ്റ്റലേഷൻ വന്നപ്പോൾ നമ്മളത് ജസ്റ്റ് ഒരു വീഡിയോ ആക്കി ഒരു ഇൻഫർമേഷന് വേണ്ടി പോസ്റ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡീറ്റെയിൽസ് അറിയേണ്ടവർ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും സംശയങ്ങളുള്ളവർക്ക് ഓഫ് ഗ്രിഡ്, ഓൺ ഗ്രിഡ് ഇൻസ്റ്റലേഷൻസ്, കൺസൾട്ടേഷൻ വർക്കുകൾ നമ്മുടെ ബി ക്ലാസ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സ് ആണ്, ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ സൂപ്പർവൈസേഴ്സ് ആണ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടീമാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻ ആവശ്യങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വൈകിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത്തരത്തിലൊരു വാൾ മൗണ്ട് സിസ്റ്റമാണ് വരുന്നത്. ഇതൊരു സോളാർ ഇൻവെർട്ടർ ആണ്. 1 kV ആണ് കപ്പാസിറ്റി. UTL സോളാർ ബ്രാൻഡിങ്ങിൽ വരുന്ന ഒരു മോഡലാണ്. ഇവിടെ ലിഥിയം ബാറ്ററി ഇൻബിൽട്ട് വരുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ശരിക്കും ഇതിൽ നമുക്ക് 1.2 യൂണിറ്റ് 1.2 യൂണിറ്റ് എനർജി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 1 യൂണിറ്റ് കറണ്ട് ഇതിൽ നിന്ന് ഔട്ടെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഒരു 200 വാട്ട്സ് ലോഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് 5 മണിക്കൂർ വരെയൊക്കെ ബാക്കപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് വരുന്നത്. ഇതിന് ഏകദേശം ഒരു 30 കിലോകളാണ് വെയിറ്റ് വരുന്നത്. വാൾമൗണ്ടാണ്. നമുക്ക് ബോൾട്ടുകൾ അടിച്ച് അവിടെ നമുക്ക് ഹാങ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം ഒരു 8 ഇഞ്ചൊക്കെ ഭിത്തിയിൽ നിന്ന് പുറത്തേക്ക് തള്ളലുണ്ടാവും. പിന്നെ ഒരു 1 ഫീറ്റൊക്കെ വീതിയും ഏകദേശം ഒരു 2 ഫീറ്റ് ലെങ്ത് അല്ലെ ഹൈറ്റാണ് ഇതിന് വരുന്നത്. അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 1000 വാട്ട്സ് വരെയാണ് സോളാർ പാനൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 700 വാട്ട് വരെയൊക്കെ ലോഡ് ഇതിൽ കൊടുക്കാൻ സാധിക്കും സേഫായിട്ട്. 800-850 വാട്ട്സ് വരെയൊക്കെ കൊടുക്കാം, എങ്കിലും സേഫായിട്ട് നമുക്ക് അങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ നമുക്ക് സോളാർ പാനലുകൾ കണക്ട് ചെയ്യാനായിട്ട് 40 ആംപിയറിൻ്റെ ഒരു MPPT ചാർജ് കൺട്രോളർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 6 ആംപിയർ സോക്കറ്റ് ഔട്ട്പുട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ക്യാബിനും അതുപോലെ തന്നെ കൂളിംഗ് എയർ സർക്കുലേഷനുള്ള വെൻറ്റുകളൊക്കെ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് കാണാം. ഇത് മുകളിൽ കൂളിംഗ് ഫാനുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ പ്രോപ്പറായിട്ടുള്ള കൂളിംഗ് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. മിനിമം എയർ സർക്കുലേഷൻ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഡിസ്പ്ലേ ഡീറ്റെയിൽസൊക്കെ നമ്മൾ മുൻപും പല വീഡിയോകളിലൂടെ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് പല മോഡുകളുണ്ട്. അതായത് DG ഡീസൽ ജനറേറ്റർ മോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബൂസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. IT മോഡ് ഇനേബിൾ ചെയ്യാൻ സാധിക്കും. ഗ്രിഡ് ചാർജിങ്, KSEBിൽ നിന്ന് കറണ്ട് എടുത്ത് ബാറ്ററി ചാർജ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം. അതായത് സോളാർ പാനലിൽ നിന്ന് മാത്രം ബാറ്ററി ചാർജ് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ നമുക്കിതിൽ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പാരാമീറ്റേഴ്സൊക്കെ നമുക്ക് വ്യൂ ചെയ്യാവുന്നതാണ്. 40 ആംപിയർ വരെയാണ്
സോളാർ പാനലിൽ നിന്ന് ചാർജിങ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു റെക്കമെൻഡബിൾ ചാർജിങ് ആംബിയർ 20 ആംബിയർ ഒക്കെ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇവിടെ നമ്മളിപ്പം കണക്ട് ചെയ്തിരിക്കുന്ന 2 പാനലുകൾ സീരീസ് ചെയ്ത് 2 ബൈഫേഷ്യൽ പാനലുകളാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 80 വോൾട്ടിന് മുകളിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. നല്ല വെയിലുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഫുൾ ആംബിയറിൽ ചാർജിങ് കിട്ടുന്നതാണ്. സാധാരണ സോളാർ ഇൻവെർട്ടറിൽ ഉള്ള പോലെ തന്നെ ഉള്ള സെറ്റിങ്ങുകളാണ് ഇതിലുള്ളത്. നമുക്കറിയാം ഗാമ പ്ലസ് എന്ന് പറയുന്ന UTL പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരീസ്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സുകൾ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. ഇത് നമുക്ക് 3 മോഡുകളുണ്ട്. PCU, അതുപോലെ തന്നെ സ്മാർട്ട് ഹൈബ്രിഡ് മോഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുൾ ടൈം ബാക്കപ്പ് അതുപോലെ തന്നെ ചെറിയൊരു സേവിങ്സ് ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യാവുന്നതാണ്. ഒരു DC MCB ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓഫ് ആവുന്നതിലൂടെ ബാറ്ററി ആയിട്ടുള്ള ഡിസ്കണക്ഷൻ സംഭവിക്കുകയും സിസ്റ്റം ഓഫായി പോവുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു AC ഡിസ്കണക്റ്റ് അല്ലെങ്കിൽ റീസെറ്റ് സ്വിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ഇൻപുട്ട് പവർ കോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇവിടെ നമ്മളൊരു 16 ആംബിയർ പവർ സോക്കറ്റിൽ ഇൻപുട്ട് പവർ കോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇതിൽ നമുക്കൊരു സാധാരണ ഇൻവേർട്ടറായിട്ട് ഇത് ഉപയോഗിക്കാം. അതായത് ഒരു 4 ബെഡ്റൂം വരെയുള്ള വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 4-5 മണിക്കൂർ ബാക്കപ്പ് ഒക്കെ കിട്ടത്തക്ക രീതിയിൽ ഉപയോഗിക്കാം. കൂടാതെ നല്ലൊരു ബാക്കപ്പ് സൊല്യൂഷനായിട്ട് സിംഗിൾ പാനലൊക്കെ കൊടുത്ത് ഇത് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ നിലവിൽ 2 പാനലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വീട്ടിൽ ഓൾമോസ്റ്റ് പവർ ലോഡുകൾ ഒഴികെയുള്ള എല്ലാ ഉപകരണങ്ങളും ഇത് കണക്ട് ചെയ്യാം. നമുക്ക് മാക്സിമം അറ്റ് എ ടൈം ഒരു 500 വാട്ട്സിന് മുകളിൽ ലോഡ് വരുന്ന ഉപകരണങ്ങളൊന്നും കണക്ട് ചെയ്യാതിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു സേഫ് ആയിട്ടുള്ള വർക്കിങ്ങിന് എപ്പോഴും നല്ലതായിട്ട് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിലൊക്കെ മാക്സിമം ലോഡ് കപ്പാസിറ്റിയിലൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലയിൻസ് വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ കപ്പാസിറ്റി ഡീറ്റെയിൽസ് ഇതിൻ്റെ ഡാറ്റാ ഷീറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2 പാനലുകൾ വരെ സീരീസ് ചെയ്ത് കൊടുക്കാം. 1000 വാട്ട്സാണ് പാനൽ കപ്പാസിറ്റി എങ്കിലും ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് മോഡലുകൾ 2 നമുക്ക് സീരീസ് ചെയ്തിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. വേറെ പ്രോബ്ലംസ് ഒന്നും വരാനില്ല. ഇത് നമുക്ക് പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5 വർഷം ഫ്രീ ഓൺസൈറ്റ് സർവീസ് വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കംപ്ലീറ്റ് അതിൻ്റെ ഓൾ സിസ്റ്റത്തിലാണ്. അതായത് ഇൻവെർട്ടർ, അതിൻ്റെ ചാർജ് കൺട്രോളർ, BMS, ബാറ്ററി, ലിഥിയം ബാറ്ററി എല്ലാം ഉൾപ്പെടെ 5 വർഷമാണ് വാറണ്ടി കിട്ടുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ്, സെറ്റിങ്സുകൾ എങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ എറർ കോഡുകൾ ഇതെല്ലാം കൃത്യമായിട്ട് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോ മോഡുകളിലേക്ക് എങ്ങനെ എൻ്റർ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മുടെ ചാനലിൽ മുൻപ് പല പ്രാവശ്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതേപോലെ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് തീർച്ചയായിട്ടും അതൊക്കെ എടുത്തൊന്ന് കാണാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ വീണ്ടും കാണാം.